ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നമ്മുടെ പായസം ഏകദേശം സ്ലോ ഹീറ്റാക്കി നമുക്ക് ഇനി വറുക്കാം. ഷെഫിന്റെ വീട്ടില് ഷെഫ് കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്പർ കൂടുമല്ലോ, അപ്പൊ ഭാര്യക്ക് കുറച്ച് ടെൻഷനാവും. ഭാര്യ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള സാധനങ്ങളൊക്കെ ആള് നന്നായിട്ട് കൈകാര്യം ചെയ്യും. കൈപ്പുണ്യമുണ്ട്. ആള് കൂടി കഴിയുമ്പോൾ ആളൊന്ന് സപ്പോർട്ട് എടുക്കും. പിന്നെ കൂടെ നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോയിക്കും. ഭാര്യ ഉണ്ടാക്കുന്നതിൽ ഷെഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താണ്? വൈഫിന്റെ മമ്മി ലാറ്റിനാണ്. അത് വരാപ്പുഴ സൈഡിലുള്ളവരാണ്. വരാപ്പുഴയിലൊക്കെ ഫ്രഷ് പുഴമീൻ കിട്ടുന്ന സ്ഥലം. കരിമീൻ, ചെമ്പല്ലി, കാളാഞ്ചി കിട്ടും. അപ്പൊ അവരുടെ ഒരു മീൻ മുളക് ഇട്ടത്, മീൻ തിളപ്പിച്ചത്, അതെ മീൻ തിള. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പിടയ്ക്കണ മീനായിരിക്കും. ഓക്കെ, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇഞ്ചി, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വൈകിട്ടും ഈ മീനിടും. കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ വെറ്റിച്ചെടുക്കും. അപ്പം മീനിന്റെ ഫ്രഷ്നെസ്സും ഈ ചെറിയ മസാലയും ചേർത്ത് ചെയ്ത് ഫുഡ് നമുക്ക് കഴിക്കും. ആ മീനിൽ വെച്ചാൽ ഓയിലി ഫിഷ്, നെയ്യുള്ള മീനായിരിക്കും ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന കരിമീൻ പോലത്തെ മീൻ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നേ, ഷെഫില്ലേ ഇതിന്റെ റെസിപ്പി പറയുമ്പോ തന്നെ ഷെഫിന്റെ വായിന്ന് വെള്ളം വരുന്നത് എനിക്ക് ഇവിടെ നല്ല രുചിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി എവിടെയാണെന്ന് പറയൂ, എപ്പോ ഉണ്ടാക്കണമെന്ന് പറയൂ, ഞാൻ സന്തോഷത്തോടെ കഴിക്കുന്നതായി. അതെ, ശില്പേനെ ഞാൻ ഒരു ദിവസം അത് കഴിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കും. ഓ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ബട്ടറിലാണ് വറുക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ബട്ടറിനൊരു ഫ്ലേവർ, നെയ്ക്കൊരു ഫ്ലേവർ, കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഇതിനകത്ത് 2 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മള് പാലും ഉണ്ട്, ശർക്കരയും ഉണ്ട് ഈ പായസത്തില്, ഒപ്പം ബട്ടറും ഉണ്ട്, നെയ്യും ഉണ്ട്. അപ്പൊ ആദ്യം തേങ്ങയുടെ ശരിക്കും ഒന്ന് മൂപ്പിക്കാം. തേങ്ങ മൂക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മള് പായസത്തിന്റെ ടെക്സ്ചറൊക്കെ ഏകദേശം നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുമല്ലേ? കളർഫുൾ ആയിട്ട് കിട്ടും. ഗാർണിഷ് കൂടി വരുമ്പോൾ ഗാർണിഷ് ടേസ്റ്റും കൂടിയിട്ടാണ്, കണ്ണിന് കാഴ്ചസുഖം കിട്ടുന്ന ഒരു കോമ്പിനേഷൻ കൂടി ആയിരിക്കും. തേങ്ങ ശരിക്കും അങ്ങനെ ഫ്രൈ ആവുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കടിക്കാൻ കിട്ടുന്നത്. ഏകദേശം ഫ്രൈ ആയി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ഇടാം. അണ്ടിപ്പരിപ്പിന് കിസ്മിസിനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലാണ്. അല്ലെങ്കിൽ കാഷ്യൂ നട്ട് റോസ്റ്റ് ആവില്ല. അപ്പം കിസ്മിസ് പെട്ടെന്ന് റോസ്റ്റ് ആവും. നാട് എവിടെയാ ശരിക്കും? ഞാൻ അങ്കമാലി കുത്തിയതോട് എന്ന് പറഞ്ഞ അങ്കമാലി. അപ്പൊ അങ്കമാലിയിൽ ഉള്ള ഒരു സദ്യയാണ്. അപ്പൊ നമ്മള് കാസർഗോഡ് എടുക്കുവാണെങ്കിൽ, തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ, അങ്കമാലി ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കഥകളാണ്. അങ്കമാലി മാങ്ങക്കറി എവിടെയും ഫേമസ് ആണ്. അതായത് ചോറുണ്ണാനായിട്ട് അങ്കമാലി മാങ്ങക്കറിയും അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സർലാസും ഉണ്ട്. അതായത് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയും ചൊറുക്കിയും ചേർത്ത്, കള്ളു ചൊറുക്കിയും ചേർത്ത് തിരുമും. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. ഈ ചോറിന്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടും ഈ മാങ്ങാക്കറിയും സർലാസും കൂട്ടിയിട്ട്, അത് അങ്കമാലി സദ്യകളിൽ തലേ ദിവസമായിട്ടും സദ്യകളിലായിട്ട് എവിടെയും പോപ്പുലറാണ്. ഞാൻ ഇതിലേക്ക് അപ്പം നമ്മളുടെ പായസമായി ഒരു കാർഡമം ഫ്ലേവർ. നമ്മള് പാല് ചേർക്കുന്നതിന് കാർഡമം ഫ്ലേവർ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് തണുത്ത് കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീർ പോലെ. ക്യാരറ്റ് കീറിൽ സേമിയയും പാലും കണ്ടൻസ് മിൽക്കൊക്കെ അതാണല്ലോ അതിന്റെ മെയിൻ വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളുടെ പായസത്തിന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഗാർണിഷ് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും, മടുപ്പ് വരില്ല. ഇനി എത്ര നേരം നമ്മളത് തിളപ്പിക്കണം? കഴിച്ചാൽ മതി. നമ്മളുടെ ക്യാരറ്റ് സേമിയ പായസം ഞാൻ ക്യാരറ്റും കൂടെ ചേർത്തെടുക്കട്ടെ. മധുരമൊക്കെ പാകത്തിനല്ലേ? പാകത്തിന് കറക്റ്റ് മധുരമാണ്.
ക്യാരറ്റ് സേമിയ പായസം ഷെഫ് പൊളിച്ചിട്ടുണ്ട്. Thank you. താങ്ക് യു. Yeah. ഷെഫ് റെഡി അല്ലേ? My favorite dish. യുവർ ഫേവറേറ്റ്. Yeah. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇന്നതാവും. ആക്കണം. ഓക്കെ, എന്റെ ജീവിതത്തിലെ പ്രധാന ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് ഓലിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അതൊന്നുമില്ല, ആ ബ്ലാൻഡ് ടേസ്റ്റ് വരുന്നോണ്ടായിരിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് അതുപോലത്തെ ടേസ്റ്റ് ആണോ അതോ എന്തെങ്കിലും ട്വിസ്റ്റ്? ഇല്ല, ഇതിപ്പോ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ ചേരുവകൾ ചേർക്കും. 8-9 തരത്തോളം വെറൈറ്റി ഓലനുകൾ ഉണ്ട് കേരളത്തിൽ സദ്യയിൽ വിളമ്പുന്നത്. ഈ ആറന്മുള വള്ളംകളി സദ്യയിൽ ഉണ്ട്. അതേപോലെ കണ്ണൂർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. സ്നേക്ക് ഗാർഡ്, ചൊരക്ക, കുമ്പളങ്ങ, പൊട്ടറ്റോ, മത്തങ്ങ, ഇതെല്ലാം വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാതെയുള്ള ഓലനും ഉണ്ട്. അപ്പം അതില് നമ്മളിപ്പോ പൊട്ടറ്റോയും മത്തങ്ങയും പയറും ചേർത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ടായിരുന്നു. പംകിൻ. ഇപ്പൊ ഓണമൊക്കെ അല്ലേ, ഷെഫ് കുക്കിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഒപ്പം ഡാൻസ്. ഓ സന്തോഷം. ഞാനൊരു അവസരം നോക്കിയെടുക്കാം ആദ്യം കൂടെ. ആണോ? എന്നാ എന്റെ ഒപ്പം എന്ന് പറയുമ്പോ ഞാൻ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. പുള്ളിയുടെ കയ്യില് ഷെഫിന്റെ സംഭവം ഉണ്ടാവും. അടിപൊളി, സൂപ്പർ. ഒരു ക്യാരക്ടറാണ് സൗബിൻ. കുമ്മട്ടിക്ക ജ്യൂസിന്റെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഓർക്കുന്ന ആ സീൻ ഉണ്ടല്ലോ. പോകും. അതെ, നമ്മള് സൗബിൻ ചേട്ടൻ എന്തായാലും കൂലിയില് പൊളിച്ചടക്കി ഈ പാട്ടില് ചെയ്തപ്പോ നമുക്ക് അത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ പറ്റും. ഷെഫിന്റെ കൂടെ പാചകം ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയിൽ ഡാൻസ് കളിച്ചിട്ട് പാചകം ചെയ്തേക്കുന്നത്. ബാക്കി ശില്പയുടെ കൂടെ ആയിക്കോട്ടെ. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഞാൻ വന്നത്, നമ്മുടെ സൗബിൻ ചേട്ടന്റെ ഒപ്പം. സോ ഇനി നമുക്ക് എല്ലാം റെഡി അല്ലേ? നമുക്ക് എന്താ തുടങ്ങിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയിട്ടാണ് ഈ ഓല. പെട്ടെന്നാവും. ഈ ഇൻഗ്രീഡിയൻസിന് നമ്മൾ പയർ ഓൾറെഡി വേവിച്ചു വെച്ചു. അതിന് വേവ് വ്യത്യാസമുള്ളതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒരുമിച്ച് അങ്ങ് വേവിക്കുകയാണ്. ഒരുമിച്ചാണ് ഉരുളക്കിഴങ്ങും മത്തങ്ങ. ഇതിന് രണ്ടിനും ഏകദേശം സെയിം വേവാണ്. നമ്മുടെ യൂടെൻസിൽസ് കുക്ക് വെയറില് ശരിക്കും കാണാനും ഭംഗിയുണ്ട്, അതേസമയം കുക്കിംഗ് ഇനി ഈസി ആക്കാനും സഹായിക്കും. ഇഞ്ചി ഇട്ടു, കറിവേപ്പില. ഓ ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലേവർ ഒക്കെ അതിലേക്ക് വരണം. പച്ചമുളകും കുറച്ച് ഇടുന്നുള്ളൂ, എരിവ് അധികം വേണ്ട. ജസ്റ്റ് ഇട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിന്റേതായ ഒരു വലിയ ഇമ്പോർട്ടൻസ് അതിൽ വരില്ല. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഈ പയറും ഈ തേങ്ങാപ്പാലും ആണ് ഇടുന്നത്. അതെ, ഞാനിപ്പോ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലിന്റെ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കട്ടിപ്പാലാണ്. കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഉപ്പ് വളരെ കുറവുള്ളൊരു ഡിഷാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആ കഷ്ണത്തുമ്മ ഉണ്ടോന്ന് ചോദിച്ചാൽ മാത്രമുള്ള ഉപ്പ്.